ആദിലയോടും നൂറയോടും വൈകുന്നേരങ്ങളിൽ അക്ബർ അങ്ങനെ അധികം സംസാരിക്കേണ്ട എന്ന് അക്ബറിൻ്റെ ഉമ്മ കൺഫഷൻ റൂമിൽ വെച്ച് ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞു. ആദിലയും നൂറയും ഇന്നലെ രാത്രി ലൈവിൽ ഇതിനെപ്പറ്റി സംസാരിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. അവർ ഇതിനെപ്പറ്റി സംസാരിച്ച് ഇരുന്ന് കരയുന്നുണ്ട്. അത് എപ്പിസോഡിലും കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട്. ആദിലയുടെയും നൂറയുടെയും പേരെടുത്ത് പറഞ്ഞതാണ് അവർക്ക് അത്രയും സങ്കടമായത്. കാരണം പേരെടുത്ത് ഇവരോട് സംസാരിക്കരുത് എന്ന് പറയുമ്പോൾ അവർക്കെന്തോ ഒരു നെഗറ്റീവ് ഉണ്ട് എന്നാണല്ലോ അതിൻ്റെ അകത്തുനിന്ന് മനസ്സിലാക്കേണ്ടത്. ആദിലയും നൂറയും അവരോട് പ്രത്യേക സ്നേഹം കാണിക്കാനൊന്നും അവർ അഭിപ്രായപ്പെടുന്നില്ല. മനുഷ്യൻ എന്നുള്ളൊരു പരിഗണനയെങ്കിലും കൊടുത്തുവിടും. അവരോട് സംസാരിക്കരുത് എന്നൊക്കെ പറയാൻ മാത്രം അവരെന്ത് തെറ്റാണ് ചെയ്തതെന്ന് ഈ മനസ്സിലാകുന്നില്ല. അവർ ശ്വസിക്കുന്നതും നമ്മൾ ശ്വസിക്കുന്നതും വായു തന്നെയാണ്. അവരുടെ ശരീരത്തിലും നമ്മുടെ ശരീരത്തിലും ഒഴുകുന്നത് ഒരേ കളറിലുള്ള രക്തം തന്നെയാണ്. നമ്മളെല്ലാവരും മനുഷ്യൻ എന്നൊരു കാറ്റഗറിയിൽ പെടുന്ന ജന്തുക്കളാണ്. അതുകൊണ്ട് ഒരു വർഗ്ഗസ്നേഹമെങ്കിലും അവരർഹിക്കുന്നുണ്ട്. അവരെ അങ്ങനെ മാറ്റി നിർത്തപ്പെടേണ്ടവരല്ല. ഒരാളെ സ്നേഹിച്ചില്ലെങ്കിലും അയാളെ ഒരു കാരണവുമില്ലാതെ വെറുക്കാതിരിക്കുക എന്നത് ഒരു മിനിമം മനുഷ്യത്വം ഒരാൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അക്ബറിൻ്റെ ഉമ്മ അക്ബറിനോട് അങ്ങനെ പറഞ്ഞതിന് ശേഷം അക്ബർ ആദിലയോടും നൂറയോടും സംസാരിക്കാൻ വന്നിട്ടല്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ അനുമോളുടെ അടുത്ത് ആദിലയും നൂറയും തുറന്നു പറയുന്നുമുണ്ട്. നിങ്ങൾക്കിതിനെപ്പറ്റി ഒരു അഭിപ്രായമുണ്ടെങ്കിൽ താഴെ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. ബിഗ് ബോസിൻ്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.